പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ ചോദിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാണ്. ഈ അറസ്റ്റ് ഇതുവരെ നടത്തരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാകാം. അത് സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യം മാത്രമാണ്. അത് കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്. പൂരക്കലക്കൽ വിവാദമായിട്ട് ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും CPI ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിന് കമ്മിറ്റി നിയോഗിക്കുകയും അന്വേഷണം നടത്തുമെന്ന് പറയുകയും ചെയ്തെങ്കിലും നമ്മൾ പ്രസ്താവന വരെ ഒന്ന് പരാതി നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് നടപടിയായിട്ടില്ല. അതെന്തായി അതിന്റെ തീരുമാനങ്ങളില്ല? ഞാൻ അറിഞ്ഞിടത്തോളം ഒരു പ്രശ്നവും ബാക്കിയില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടതാണ്. പൂരങ്കലക്കലിൽ പ്രധാനമായും RSSന്റെയും BJPയുടെ ഒരു ഇടപെടലാണ് അത് ഉയർന്നുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതിന് അന്വേഷണം പക്ഷേ ഒരുപാട് ആളുകളുടെ മൊഴിയെടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നു. പക്ഷെ ഒരു അന്തിമ റിപ്പോർട്ട് എന്നുള്ള രീതിക്ക് അത് സമർപ്പിച്ചതിന് ശേഷം പിന്നീട് ഒരു തുടർ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിൽ ആരാണ് ശരിക്കും ഒരു ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോ റിപ്പോർട്ട് കൃത്യമായിട്ട് നോക്കണം. എനിക്കിപ്പോ പറയാൻ കഴിയില്ല അതിനെപ്പറ്റി. ജമാഅത്തെ ഇസ്ലാമി UDF-ന് പ്രഖ്യാപിച്ചത് സ്വീകരിച്ചത് ആത്മഹത്യാപരമാണ്. 4 വോട്ടിന് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. മുൻകാലങ്ങളിൽ പലപ്പോഴും CPM പരസ്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്, അതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് UDF-നോട് പിന്തുണയ്ക്കുമ്പോൾ മാത്രം ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയായി മാറുന്നത്. അതിനും ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതാണ്. ആ ചോദ്യത്തിന് മറുപടി ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ എല്ലാ ദിവസവും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് നടന്നതെന്നുള്ളത്. ഇനി BJPക്ക് ഒരു ജനപ്രതിനിധി 96 ജമാഅത്തെ ഇസ്ലാമി അമീർ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതിനകത്ത് ദേശാഭിമാനിയിൽ മുഖപ്രസംഗം സ്വാഗതം ചെയ്തിരുന്നു. അന്ന് ഇത്തരത്തിലുള്ള നിലപാടെല്ലാം കണ്ടിരുന്നു. ഏത് 96 ജമാഅത്തെ ഇസ്ലാമി അമീർ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതിന് ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ സ്വാഗതം ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിലെ 2 ശ്രദ്ധേയമായ തീരുമാനങ്ങൾ